നമസ്കാരം. കഴിഞ്ഞ ദിവസം അബുദാബിയിലുണ്ടായിരുന്ന ഒരു പ്രവാസി എഞ്ചിനീയർ 28 വർഷത്തോളം ജോലി ചെയ്ത കമ്പനിക്കെതിരെ കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്ന സെറ്റിൽമെൻറ്റും പെൻഡിങ് ആയിട്ടുള്ള സാലറിയൊക്കെ മേടിച്ചൊരു ന്യൂസ് ഞാൻ കണ്ടു. നമ്മുടെ അവകാശമാണ്. നമുക്കറിയാമല്ലോ, ചില കമ്പനികളൊക്കെ പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ അവർക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ ഒരു തീരുമാനം വന്നു കഴിയുമ്പം പിന്നീട് അവർ ഏത് രീതിയിലേക്കും തരം താഴ്ന്ന ലെവലിലേക്ക് പോകും. ഈ മനുഷ്യനെ സംബന്ധിച്ചോളം 28 വർഷം ഒരു കമ്പനി ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഒട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വന്ന് കയറി ഉടനെ 2 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് 2 ദിവസത്തിനിടയിൽ CV പ്രിപ്പയർ ചെയ്ത് അടുത്ത കമ്പനി പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പലരും. പക്ഷേ ഈ മനുഷ്യന് 28 വർഷം സിവിൽ എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ആ കമ്പനി ജോലി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം പെൻഡിങ് ആവുകയും കുറേ മാസത്തെ ശമ്പളം പെൻഡിങ് ആവുകയും അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്ത് അദ്ദേഹം റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ സെറ്റിൽമെൻറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തു. നിയമ പോരാട്ടം നടത്തി അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്ന പൈസ മൊത്തം നേടിയെടുത്തു. വിദേശത്തായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യമല്ല, പല ആൾക്കാർക്ക് ഈ സംഭവം അറിയില്ല. ഞാൻ തന്നെ എൻ്റെ പഴയൊരു കമ്പനിയിൽ ഞാൻ റിലീസ് ചോദിച്ച സമയത്ത് എനിക്ക് ചില പ്രശ്നം ഉണ്ടാകുകയും പിന്നെ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. ഞാനായിട്ട് കേസിനൊന്നും പോയില്ല. കേസിന് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കിട്ടിയതിനുമായിരുന്നു. പല ആൾക്കാർക്ക് ഈ കേസിൻ്റെ നിയമവശങ്ങളെപ്പറ്റി അറിയത്തില്ല. അയ്യോ, ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് അല്ല അറബി രാജ്യത്താണ്, എനിക്ക് അറബി അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഒന്നുമല്ല. ഇതെല്ലാം വ്യക്തമായ രീതിയിലുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും. ഇന്ന് പല ആൾക്കാരും പോകാറില്ല. എൻ്റെ പഴയ കമ്പനിയിൽ ഒരു രാജസ്ഥാനി പയ്യനുണ്ടായിരുന്നു. ഞാൻ ചെയ്ത പോലെ തന്നെ റിസൈൻ ചെയ്തപ്പോൾ അവരെന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി. അവൻ നേരെ കോർട്ടിൽ പോയി കേസ് കൊടുത്തു. 2-3 ദിവസം ഇടയിൽ കോർട്ടിൽ നിന്ന് കമ്പനിയെ വിളിച്ച് അവർ എത്രയും പെട്ടെന്ന് സംഭവം സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ലാതെ കമ്പനി അവർ പറഞ്ഞ് അവന് കിട്ടാനുണ്ടായിരുന്ന അർഹതപ്പെട്ട പൈസ കൃത്യമായിട്ട് കൊടുത്ത് അവന് റിലീസ് കൊടുത്തു. ഞാൻ പറഞ്ഞേ, നമ്മളുടെ അവകാശം ഉറപ്പായിട്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ആ ഒരു മനുഷ്യൻ വളരെയധികം മാതൃകയാണ്. ഇടയ്ക്ക് ന്യൂസിൽ വന്നതാണ്. 28 വർഷം ജോലി ചെയ്ത കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചെടുത്ത മനുഷ്യനെ പറ്റി. താങ്ക് യു.